ദിവ്യ, ഇപ്പോൾ ആക്രമണം നടന്നിട്ടുള്ളത് ഖത്തറിലാണ് എങ്കിൽ പോലും യു എസിൻ്റെ മറ്റു ബേസുകൾ, ഗൾഫിലുള്ള മറ്റു ബേസുകളെല്ലാം തന്നെ ആക്രമണ ഭീഷണിയിലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതൊക്കെയാണ് ആ ബേസുകൾ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് എന്ന് പറയുന്നത് അൽ ഉദയ് തന്നെയാണ്. ഈ ഖത്തറിൽ കാണുന്ന ഈ ബേസ് തന്നെയാണ്. ഇറാന്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യം എന്ന നിലയിൽ അത് വളരെ പ്രധാനമാണ്. അതിനേക്കാൾ പ്രധാനമായിട്ടുള്ളത് ഇത് സെൻകോമിൻ്റെ ഒരു ആസ്ഥാനം കൂടിയാണ്. യു എസിൻ്റെ സെൻട്രൽ കമാൻഡ് ഈ മേഖലയിലാകെ അവരുടെ വ്യോമ ആക്രമണങ്ങൾക്കും അതേപോലെ തന്നെ വ്യോമ പദ്ധതികൾക്കും പ്രാധാന്യം കൊടുക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരിടം കൂടിയാണ് ഈ അൽ ഉദൈദ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് നമുക്കറിയാം നേരത്തെ തന്നെ മറ്റു ആക്രമണങ്ങൾക്ക്, നേരത്തെ ഇറാഖിൽ അധിനിവേശം ഉണ്ടായ സമയത്തും അഫ്ഗാനിസ്ഥാനിലെ അധിനിവേശത്തിനുമെല്ലാം തന്നെ യുദ്ധവിമാനങ്ങൾ പൊങ്ങിയിരുന്നത് ഈ ബേസിൽ നിന്നായിരുന്നു. ഇത് ഏകദേശം ഒരു 60 ഏക്കർ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദോഹയിൽ തന്നെയാണ്, ക്യാപിറ്റലിനടുത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു മേഖലകളിൽ, ഈ മേഖലയിലാകെയുള്ള പശ്ചിമേഷ്യയിലുള്ള ഏത് ആക്രമണങ്ങളായിരുന്നാലും അതിന് ഏറ്റവും ചുരുങ്ങിയത് ഇന്ധനം നിറക്കാനെങ്കിലും യുദ്ധവിമാനങ്ങൾ എത്തുന്ന ഇടമാണ് അൽ ഉദൈദ് എന്ന് പറയുന്ന ഈ സ്ഥലം. ഈ ഒരു യു എസിൻ്റെ സൈനിക ക്യാമ്പ്, അതോടൊപ്പം തന്നെ അവിടെയുള്ളത് 13,000-ഓളം വരുന്ന യു എസ് സൈനികരാണ്. ആകെ ഈ മേഖലയിൽ പശ്ചിമേഷ്യയിലാകെ 40,000-നും 50,000-നും ഇടയിലുള്ള യു എസ് സൈനികർ ഉണ്ട്. വിവിധ കാരണങ്ങൾ കൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. ആ സൈനികരുടെ എല്ലാം ജീവൻ അപകടത്തിലാണ് എന്ന് 24 മണിക്കൂർ മുമ്പാണ് ഇറാന്റെ ടെലിവിഷൻ, ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ പ്രഖ്യാപിച്ചത്. ഈ മേഖലയിലെ യു എസ് സൈനികരെല്ലാം ഞങ്ങളുടെ ടാർഗറ്റാണ് എന്ന്. അതിലേറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഏരിയ അൽ ഉദൈദ് തന്നെയാണ്. കാരണം സെൻകോമിൻ്റെ ആസ്ഥാനം അതാണ്. ഇവിടെ നിന്നാണ് ഈ പശ്ചിമേഷ്യയിലെ എല്ലാ സൈനിക നീക്കങ്ങൾക്കും അമേരിക്ക നേതൃത്വം കൊടുക്കുന്നത്. ഈ മേഖലയിൽ നിന്ന് പക്ഷേ ആക്രമണം നടത്താൻ അമേരിക്ക തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ഇറാനിൽ നടത്തിയ B-2 ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം, നമുക്കറിയാം ഫോർദോ ആണവ നിലയം അടക്കമുള്ള മേഖലകളിലേക്ക് അമേരിക്ക നടത്തിയ ആക്രമണത്തിന് ഈ സൈനിക താവളങ്ങളൊന്നും തന്നെ, പ്രത്യേകിച്ചും GCC രാഷ്ട്രങ്ങളിലെ താവളങ്ങൾ അവർ ഉപയോഗപ്പെടുത്തിയിരുന്നില്ല. അതിനൊരു കാരണമുണ്ടായിരുന്നു. ഗൾഫ് രാഷ്ട്രങ്ങൾ നിരന്തരമായി അമേരിക്കയോട് ആവശ്യപ്പെടുകയായിരുന്നു, ഈ താവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കരുത്, ആക്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കും. പക്ഷേ ഈ താവളങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ പോലും ഈ താവളങ്ങളിലേക്ക് അമേരിക്കക്ക് നൽകുന്ന ഒരു മറുപടി എന്ന നിലയിലാണ് ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇറാൻ പറയുന്നുണ്ട്, സാധാരണക്കാരായ ആളുകളെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നില്ല, ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഈ US താവളങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ IRGCയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. ആക്രമണം നടത്തി എന്നവർ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം മറ്റു താവളങ്ങൾ എവിടേക്കാണ് ഉള്ളത് എന്ന്. മറ്റൊന്ന് ഇവരുടെ NSA എന്ന് പറയുന്ന ബഹ്റൈനിലുള്ള താവളമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറാനുമായി നേരിട്ട് ഉള്ള ഒരു സ്ഥലമാണ്. വളരെ ചെറിയൊരു രാജ്യം എന്ന നിലയിൽ ബഹ്റൈനിലെ NSAയിൽ നടക്കുന്ന ആക്രമണം ഏതായിരുന്നാലും ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതിതമായ സാഹചര്യം സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ടാണ് നേരത്തെ തന്നെ അവിടെയുള്ള പൗരന്മാർക്ക് വലിയ നിർദ്ദേശങ്ങൾ, കൂടുതൽ ഗൗരവമുള്ള നിർദ്ദേശങ്ങൾ ബഹ്റൈൻ സർക്കാർ നൽകിയത്. അത് 5ാം കപ്പൽ പടയുടെ ആസ്ഥാനം കൂടിയാണ് ഈ ഒരു NSA എന്ന് പറയുന്ന ബഹ്റൈനിലെ ആസ്ഥാനം. അവിടെ നിന്നാണ് അവരുടെ നാവികമായിട്ടുള്ള നിയന്ത്രണങ്ങൾ മുഴുവനും ഈ മേഖലയിൽ US ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഏകദേശം 7,000-ഓളം വരുന്ന സൈനികരാണ്, US സൈനികരാണ് നിലവിലുള്ളത്. അതേപോലെ തന്നെ UAE നമുക്ക് ഏറ്റവും കൂടുതൽ മലയാളികളൊക്കെയുള്ള ഒരിടം കൂടിയാണ് UAE-യിൽ US-ന് താവളമുണ്ട്. ആ താവളത്തിൻ്റെ പേര് അൽ ഒഫ്ര എന്നുള്ള താവളമാണ്. ആ താവളം ഏകദേശം അബുദാബിക്ക് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ 5,000-ഓളം സൈനികരുണ്ട്. ഈ മേഖലയിലെ സൈനിക കാര്യങ്ങൾക്കും അതേപോലെ തന്നെ ഇൻ്റലിജൻസ് വിവരങ്ങളുടെ താവളമായിട്ടെല്ലാം US ഉപയോഗപ്പെടുത്തുന്ന ഒരു മേഖലയാണ് അൽ ഒഫ്ര എന്ന് പറയുന്ന UAE-യിലെ താവളം. അവിടെയും നിരവധി സൈനിക വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ അമേരിക്കക്കുണ്ട്. പ്രത്യേകിച്ചും ഈ മേഖലയിലുള്ള ഒരു പ്രധാന താവളമായി തന്നെ ഈ മേഖല നിലനിൽക്കുന്നു. UAE-യിലെ അൽ ഒഫ്ര എന്ന് പറയുന്ന താവളത്തിൽ 5,000 പേരാണുള്ളത്. മറ്റൊന്ന് ഉള്ളത് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ മലയാളികളുള്ള സൗദിയിലും 3,000-ഓളം വരുന്ന ആളുകളുള്ള സൈനിക താവളമുണ്ട്. അതേപോലെ തന്നെ കുവൈത്താണ് സൗദിയേക്കാൾ കൂടുതൽ അടുത്ത് നിൽക്കുന്നതും ഒരുപക്ഷെ ടാർഗറ്റാകാൻ ഭാവിയിലെങ്കിലും സാധ്യതയുള്ളത് കുവൈത്താണ്. നമുക്കറിയാം കുവൈത്തും ഈ പഴയ ഗൾഫ് യുദ്ധകാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിച്ച ഒരു രാഷ്ട്രം കൂടിയാണ് കുവൈത്ത്. ആ കുവൈത്തിലെ അരീഫ്ജാൻ എന്ന് പറയുന്ന ക്യാമ്പിൽ 13,000-ഓളം വരുന്ന സൈനികരുണ്ട്. സ്വാഭാവികമായും വലിയ ടാർഗറ്റുകളിൽ ഒന്നായി വരാൻ സാധ്യതയുള്ള ഏരിയ കുവൈത്ത് തന്നെയാണ്. ഇപ്പോൾ ഒമാനിലും അതേപോലെ തന്നെ 600 സൈനികരുണ്ട്. ഇറാഖാണ് പിന്നീട് ഈ ഗൾഫ് കൂടുതലുള്ള GCC രാഷ്ട്രങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ വലിയൊരു ബേസായി നിലകൊള്ളുന്നത് ഇറാഖാണ്. ഇപ്പോൾ അൽ ഉദൈദ് ക്യാമ്പിന് നേരെ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ തന്നെ ഇറാഖിലേക്കും ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന്
ഇറാനിലെ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. അത് സംഭവിച്ചു കഴിഞ്ഞോ അതല്ല ഇനി എപ്പോഴാണ് ഉണ്ടാവുക എന്നത് മാത്രമാണ് നമുക്ക് ഇനി അറിയാനുള്ളത്. ഏറ്റവും പ്രധാനം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ സൈനികരുള്ള ഒരു ഏരിയ എന്ന നിലയിലും സൈനിക ക്യാമ്പ് എന്ന നിലയിലും സെൻകോമിന്റെ ആസ്ഥാനം എന്ന നിലയിലും ആണ് ഇപ്പോൾ അൽ ഉദൈദ് ആക്രമിച്ചിട്ടുള്ളത്. ജോർദാനിൽ 3000 ആളുകളുള്ള സൈനിക ക്യാമ്പ് US-നുണ്ട്. അതേപോലെ തന്നെ സിറിയയിലുണ്ട്. തുർക്കിയിൽ 2500 പേരുണ്ട്. ഇങ്ങനെ ഈ മേഖലയിലാകെ 19ഓളം സൈനിക ക്യാമ്പുകളാണ്, US ക്യാമ്പുകളാണ് അമേരിക്കക്കുള്ളത്. അതിൽ പലതും താൽക്കാലികമായി ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്, പലതും സ്ഥിരമായി നിൽക്കുന്നതാണ്. ഈ ഗൾഫ് രാഷ്ട്രങ്ങളിലെ ക്യാമ്പുകളൊക്കെ ഏതായിരുന്നാലും സ്ഥിരമായി നിൽക്കുന്ന ക്യാമ്പുകളാണ്. പലതും അധിനിവേശ കാലത്ത് തന്നെ ഉള്ളതാണ്. പ്രത്യേകിച്ചും ബഹ്റൈനിൽ ഉള്ളത് നേരത്തെ UK-ക്കുണ്ടായിരുന്ന, ബ്രിട്ടീഷ് ഉണ്ടായിരുന്ന താവളങ്ങളെ മാറ്റിപ്പണിതുകൊണ്ടാണ് ഈ NSS സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അതേപോലെയുള്ള നിരവധി ക്യാമ്പുകൾ. ഇനി ഒരുപക്ഷെ ഏറ്റവും പ്രധാനമായി വരുന്നത് ഈ യുദ്ധത്തിലേക്ക് ഇനി അമേരിക്കയുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ടാകും എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഗൾഫ് രാഷ്ട്രങ്ങളുടെ നിലവിലെ ഈ ഒരു അനിശ്ചിതാവസ്ഥക്ക് ഉള്ള അതിന്റെ ഒരു ഭാവി എന്ന് പറയുന്നത്. നോക്കൂ, ഇറാൻ നടത്തിയിട്ടുള്ള ഈ ആക്രമണം അത് രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്ന രീതിയിലാണ് ഖത്തർ പ്രതികരിച്ചിരിക്കുന്നത്. ഈ രീതിയിലുള്ള ആക്രമണം വീണ്ടും ഇറാന്റെ ഭാഗത്തുനിന്ന്, അതായത് US സൈനിക താവളങ്ങൾക്ക് നേരെ ഉണ്ടാവുകയാണ് എങ്കിൽ എങ്ങനെയായിരിക്കും ഗൾഫ് രാജ്യങ്ങളുടെ ഒരു പ്രതികരണവും നിലപാടും? ഇപ്പോൾ അമേരിക്കയിൽ ഇനി ചേരാൻ പോകുന്ന സുരക്ഷാ യോഗം, ആ യോഗത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതിൽ പങ്കെടുക്കുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉണ്ട്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പങ്കെടുക്കുന്നുണ്ട്. ഈ യോഗം അവിടെ നടക്കാൻ പോകുമ്പോൾ എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഈ യുദ്ധത്തിൻ്റെ അമേരിക്കയുടെ പങ്കാളിത്തം എങ്ങനെയാണ് എന്ന നിലയിലാണ് ആ ചർച്ച പോകുന്നത്. ആ ചർച്ചയിൽ ഇനിയും യുദ്ധത്തിൽ ഇറങ്ങാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ സ്വാഭാവികമായും ഈ ബേസുകളൊക്കെ അമേരിക്കക്ക് ഉപയോഗപ്പെടുത്തേണ്ടി വരും. അങ്ങനെയാണ് എങ്കിൽ സ്വാഭാവികമായും അവിടേക്കുള്ള തിരിച്ചുള്ള ആക്രമണവും ഇറാൻ ശക്തിപ്പെടുത്തും. നമുക്കറിയാം, ഇസ്രായേൽ ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങിയത് വെറുതെ ഇറങ്ങിയതല്ല. ഈ ഫർദോയിലെ ആണവ നിലയത്തിൽ അങ്ങ് ബോംബിട്ട് പോവുക എന്നുള്ളതൊന്നുമല്ല നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ യുദ്ധ ലക്ഷ്യമായിട്ടുള്ളത്. ഇന്ന് തന്നെ ഇസ്രായേലിൻ്റെ 2 മന്ത്രിമാർ പറഞ്ഞു, ഞങ്ങൾക്ക് അവിടെയുള്ള റിജീം ചേഞ്ച്, അതായത് നിലവിലുള്ള ഈ ഭരണത്തെ മാറ്റി മറ്റൊരു ഭരണത്തെ സ്ഥാപിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമാണ് എന്ന് നെതന്യാഹു തന്നെ പ്രഖ്യാപിച്ചതാണ്. ഇന്ന് 2 മന്ത്രിമാരും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ അതിന് അമേരിക്കയുടെ സപ്പോർട്ട് കൂടി വേണ്ടിവരും. ആ സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയ ആക്രമണമായിരിക്കും. ഇറാനിൽ നടത്തുന്ന വലിയ തോതിൽ തന്നെയുള്ള ആക്രമണമായിരിക്കും. ആ ആക്രമണത്തിലേക്ക് മുതിർന്നാൽ സ്വാഭാവികമായും ഇറാന് ചെയ്യാൻ സാധിക്കുക ഈ US ബേസുകൾ ആക്രമിക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിലവിലുള്ള ഈ മേഖലയിൽ കൂടിയുള്ള ചരക്ക് ഗതാഗതത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ളതായിരിക്കും. അത് ഹോർമൂസ് കടലിടുക്ക് അടക്കുക എന്നുള്ളതായിരിക്കും. ആ 2 കാര്യങ്ങളും ചെയ്യാതെ ഇറാന് നിലനിൽക്കാൻ സാധിക്കില്ല എന്ന നിലയിൽ എത്തുമ്പോഴാണ് ഈ ആക്രമണം നടക്കുന്നത്. പക്ഷേ നേരത്തെ ഖത്തറെല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാൻ ഇതിന് നേരെ നടത്തുന്ന ഒരു ആക്രമണം സ്വാഭാവികമായും ഇവരുടെ പരമാധികാരത്തിന് നേരെയുള്ള, ഗൾഫ് രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള ഒരു ആക്രമണമായി ഗൾഫ് രാഷ്ട്രങ്ങൾ കാണും. അത് സ്വാഭാവികമായും ഈ മേഖലയിലെ പുതിയ സംഘർഷങ്ങൾക്കുള്ള ഒരു വഴിമരുന്നാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.